ഹലോ, കുഞ്ഞിച്ചക്കനായിട്ടുള്ള ഫസ്റ്റ് ക്യാമ്പിംഗ് ആണിത്. അതും നൈറ്റ് തൊട്ട് പിറ്റേ ദിവസം ഉച്ച വരെ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ചെറിയൊരു ടീമായിട്ടാണ് പോയത്. വളരെ ചെറിയൊരു ടീമായിട്ട്. ഞങ്ങൾ ഈ ക്യാമ്പിങ് പോകുന്നത് നാഷണൽ ഡേയുടെ തലേ ദിവസമാണ്. നല്ലോണം എല്ലായിടത്തും തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ചായയെ കുടിച്ച് ലൈറ്റായിട്ട് ഫുഡും കഴിച്ച് ഷാർജയിൽ നിന്ന് ഫുജൈറയിലേക്കാണ് ക്യാമ്പിങ്ങിന് പോകുന്നത്. ഇതാണ് ഞാൻ ആ പറഞ്ഞ ചെറിയ ടീം. ഇപ്പം തന്നെ ഇവിടെ വെച്ച് തന്നെ എൻജോയ്മെൻ്റ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ആയിരുന്നു. അല്ലഖ ബീച്ച് ഫുജൈറ, അവിടെയാണ് ഞങ്ങളുടെ ക്യാമ്പിംഗ് സ്പോട്ട്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലാണ് കണ്ടത്. സത്യം പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഒട്ടും ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു സ്പോട്ട് ഞങ്ങളായിട്ട് കണ്ടുപിടിച്ചു. അത്യാവശ്യം വെടിക്കെട്ടൊക്കെ കണ്ട് പതിയെ ഓരോന്നോരോന്നായി ഞങ്ങളുടെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ കുട്ടൂരിനെ സെറ്റ് ചെയ്തു. ഒരു ഷീറ്റൊക്കെ വിരിച്ച് അവൻ്റെ അത്യാവശ്യം ടോയ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ആളിതാ കളിക്കാനും തുടങ്ങി. പിന്നെ ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫയർ ഞാനൊരു സ്ലോമോ ട്രൈ ചെയ്തതാണ്. തരക്കേടില്ല അല്ലേ? വീഡിയോ എടുക്കൽ മാത്രമല്ല, പണിയെടുക്കാനും ഞാനുണ്ടായിരുന്നു. പിന്നെ സ്വല്പം മ്യൂസിക് ആവാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡാൻസ് കളിക്കും. അതിന് ഞങ്ങൾ തടയാൻ ആർക്കും പറ്റില്ല. അത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ചിക്കനാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞതാ നല്ല സാൽമൺ ഗ്രിൽ ചെയ്യാന്ന് വിചാരിച്ചു. രണ്ടും രണ്ട് ഫ്ലേവറിൽ. പിന്നെ കുറച്ച് പ്രോൺസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് ഗ്രില്ല് ചെയ്ത സാൽമൺ അത് ഞാൻ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്തു. കാരണം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ആദ്യത്തെ ട്രൈക്കിംഗ് ഒക്കെ എനിക്ക് കിട്ടിയത്. എനിക്കും കിട്ടി, കുട്ടൂനും കിട്ടി. ഞങ്ങൾക്ക് രണ്ടെങ്കിലും ലാവിഷായി. ഞങ്ങളുടെ പങ്കെടുത്ത ആദ്യമേ ഞങ്ങളൊരു സ്ഥലത്ത് പോയിരുന്നു. ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് അതുവഴി പോകുന്ന ഒരു ഐസ്ക്രീം വണ്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, ഫിഷ് അവിടെ ഉപേക്ഷിച്ച് നേരെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ തന്നെ അവർ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഇതിൽ ആരൊക്കെയോ ജയിച്ചു. അതിനാണ് ഈ ഡാൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരോടും ഡാൻസ് കളിക്കാൻ. അപ്പോൾ തന്നെ ചാടി വീണ് എല്ലാവരും ഒരേ ഡാൻസ് ആയിരുന്നു. എന്ത് രസമല്ലേ? ഒരേ വൈബിൽ ആൾക്കാർ ഇങ്ങനെ കൂടിയിരുന്ന് ഗെയിംസ്, പാട്ട്, ഫുഡ് എല്ലാം ഞങ്ങളെല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തു. ഈ ട്രിപ്പിൻ്റെ അവസാനവും ഞങ്ങളൊക്കെ അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് രസമായിരുന്നു, നമുക്ക് ഇനി ഇതുപോലെ പോകണമെന്നൊക്കെ. അങ്ങനെ രാത്രി കഴിഞ്ഞു. പിന്നെ രാവിലെയായി. എന്നുവെച്ചാൽ ഞങ്ങൾ നേരെ വിളിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം കുട്ടു മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും തിരക്ക് കണ്ടു. ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. രാവിലെ തന്നെ ടോയ്സ് ഒക്കെ പുറത്തെടുത്ത് വെച്ച് കളിക്കാനുള്ള പരിപാടിയാണ് ആശാന്റെ. അവനും ഞങ്ങളെപ്പോലെ തന്നെ ഈ ക്യാമ്പിംഗ് ഒരുപാട് ഇഷ്ടമായി. അത് അവൻ തന്നെ പറഞ്ഞു. കാരണം തിരിച്ചു പോകാൻ വിളിച്ചിട്ട് അവൻ വരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് തവണ ഞാൻ വിളിച്ചു. അപ്പോഴേക്കും ദേഷ്യം കാണിക്കായിരുന്നു. ഒരു ഡെമോ കാണിച്ചു തരട്ടെ. കണ്ടില്ലേ നൊന്നു? പക്ഷെ ആ നോനോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏകദേശം ഉച്ചയാവാറായി. നമുക്ക് പോകേണ്ട സമയമായി. അപ്പോൾ എന്തായാലും പോവല്ലേ, പോണ വഴിക്ക് ബീച്ചിൽ ഇറങ്ങി ഒരു കുളി വാസാക്കാന്ന് വിചാരിച്ചു. ബീച്ചിലെ കാറ്റടിച്ചപ്പോഴേക്കും കുട്ടു ഉറങ്ങിപ്പോയി. ഉണർന്നിരുന്നാലും ബീച്ചിൽ ഇറങ്ങാനുള്ള മൂഡ് അവൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റടിച്ചപ്പോൾ അവൻ ഉറങ്ങി. അവന് വേണ്ടി ഞാൻ ഒരു കുഞ്ഞു കൂടാരം പണിതിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അതിൽ അവനെ സേഫായിട്ട് കിടത്തി. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങിയായിരുന്നു. കിട്ടി ഈ 10-15 മിനിറ്റ് ഞങ്ങൾ ഒരുപോലെ യൂസ് ചെയ്തു. കാരണം ഒരുപാട് വീഡിയോസ് എടുത്ത് ഞങ്ങൾ രണ്ടാളുടെ ഒരു ചെറിയ ഡേറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടൂൻ്റെ ഫസ്റ്റ് ക്യാമ്പിങ് അവനും കൂടെ പോയ ഞങ്ങൾക്കും മറക്കാൻ പറ്റില്ല. അത്രമാത്രം ഞങ്ങൾ ആഘോഷിച്ച് അർമാദിച്ചാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. ഞാൻ ഈ വീഡിയോയിൽ ആവർത്തിച്ച് പറയുന്നതും എനിക്ക് കിട്ടിയ ആ സന്തോഷം കൊണ്ടാണ്. ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ ലൈഫിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് വരും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു